അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫേസ്റ്റ് ആൻഡ് ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നെക്സ്റ്റ് വീക്ക് റമദാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ റമദാൻ സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മൾ കുറച്ച് ഡിഷസുമായിട്ടാണ് ഇനി വരുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രിപ്പ് സമോസയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചിക്കൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടി ഇട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്തതാണ്. പിന്നെ ചീസ് ഓപ്ഷണലാണ്, 1/4 കപ്പ്. ക്യാപ്സിക്കം ഒരു 1/2 ക്യാപ്സിക്കം. സവാള ഒരു വലിയ സവാള. കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് 1 ടേബിൾ സ്പൂൺ. ചില്ലി പേസ്റ്റ് നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്, 1 ടേബിൾ സ്പൂൺ. മൈദ മാവ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉപ്പും വെള്ളവും ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മൈദ മാവ് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ചപ്പും പുതിനയുടെ ഇല 2 ടേബിൾ സ്പൂൺ. സോയ് സോസ് 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് നമ്മുടെ ഡിഷിലേക്കുള്ള ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ എടുത്ത് വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. അത് നമുക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊരു കളറ് മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ അതിലേക്ക് ഒരു നേരത്തെ എടുത്ത് വെച്ച സവോള ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചിക്കന് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളതെന്ന് ഓർക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ്ചർ നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സോയ് സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ചപ്പും പുതിനയുടെ ഇല അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഓപ്ഷണലാണ്, ചീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്താൽ. നമ്മൾ നേരത്തെ കാണിച്ച മൈദ മാവ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഇത് സ്ട്രിപ്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പരത്തി വെച്ച മൈദ മാവിൻ്റെ ഒരു പകുതി ഭാഗം മുതൽ നമ്മളിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 9 വരെ നമ്മൾ വരച്ച് കൊടുത്ത് നമുക്ക് 10 സ്ട്രിപ്സ് കിട്ടും. അപ്പോൾ എപ്പോഴും അങ്ങനെ ഈവൻ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്താലേ നമുക്ക് ശരിക്കും ഇതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ അതൊന്ന് മടക്കിയെടുക്കണം.
അതിൻ്റെ എഡ്ജൊക്കെ നമ്മളൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് മുടഞ്ഞെടുക്കണം. പണ്ട് കാലത്ത് നമ്മൾ ഓലയൊക്കെ മുടയുന്ന പോലെ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ അടിഭാഗവും നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട്. ഇനിതാ ഇതുപോലെ നമ്മളൊന്ന് അങ്ങോട്ട് ഇട്ട് നമ്മുടെ നേരത്തെ ഫില്ല് ചെയ്ത ആ ഭാഗത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. നമുക്കെല്ലാം അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ എടുത്ത് വെക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ സ്ട്രിപ്സ് സമൂസ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് കളർ ചേഞ്ചൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രിപ്സ് സമൂസ. എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി അടുത്തൊരു റമദാൻ സ്പെഷ്യൽ ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.